മീനുക്കുട്ടി അലേർട്ട് തരുന്നതും കേട്ടോട് ഞാൻ ഒരുപാട് നേരം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എന്റെ ഈ ഒരു വീറ്റ് വളരുന്നത് നോക്കി അത് വളർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പെട്ടെന്ന് പൊട്ടിച്ച് വെള്ളത്തിറങ്ങിയിട്ട് അതിനൊന്ന് ഫാർം ചെയ്യും. എന്നിട്ട് ഞാൻ ആ ഒരു സീഡും തിരിച്ചങ്ങ് നട്ട് വയ്ക്കും. അങ്ങനെ ഞാനൊരു 1 മണിക്കൂറോടെ നിന്ന് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വൈനും താഴോട്ട് വളർന്നു. പിന്നെ എനിക്കിതാ 7 മുഴുവൻ വീട്ടിനെ കിട്ടിയിട്ടുണ്ട്. 7 എണ്ണം. എനിക്ക് ഫൈനലി 2 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. 2 എണ്ണം. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഇതുവരെയായിട്ടൊന്നും തിന്നിട്ടില്ല. ഈ പട്ടിണി നിന്നുകൊണ്ടാണ് ഈ 7 വീറ്റ് ഞാൻ ഫാർം ചെയ്തത്. പിന്നെ ഒരു ട്രീ ഇവിടെ നൊപ്പിച്ചത്. ഇവിടെ ഞാൻ നട്ടു വെച്ചിരുന്ന ഈ ഒരു സാപ്ലിംഗ് പിന്നെ വളർന്നു. കുറച്ച് ട്രീ എനിക്ക് അങ്ങനെയും കൂടി കിട്ടി. ഇപ്പൊ 24 ലോഗായി. എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കിട്ടിയ വീറ്റ് എടുത്തിട്ട് അത് ഞാൻ ബ്രെഡ് ആക്കാൻ വിചാരിച്ചു. എന്താ 2 മുഴുവൻ ബ്രെഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം. ഇത് 2 എണ്ണം തിന്നു കഴിഞ്ഞാൽ എന്റെ ഹെൽത്ത് കംപ്ലീറ്റ് നിറയില്ല. 2 ഹങ്കർ ബാർഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് ഒരു ബ്രെഡ് ഉണ്ടാക്കാനുള്ള വീറ്റ് വേണം. മീനുകുട്ടി വാട്ട് ഇസ് ദിസ്? ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പുറകെ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നേരത്തെ ഒന്ന് യാഫ്ക്ക് നിന്നത്. പക്ഷെ എനിക്ക് പറയും 7 വീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ കൊച്ചു കാര്യത്തിലൊന്നും അപ്സെറ്റ് ആവത്തില്ല. വലിയ പ്ലാനും കൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ടുള്ളത്. എന്റെ മെയിൻ ഗോള് ഈ ഇരിക്കുന്ന സ്റ്റോറേജ് കംപ്ലീറ്റ് എടുത്ത് താഴെ എന്റെ പുതിയ റിവ്യൂലോട്ട് കൊണ്ടുവയ്ക്കണം. ഇതിനകത്തോട്ട് അത് ചുമ്മാ ഒരു പെട്ടി പൊട്ടിച്ചെടുത്ത് താഴെ കൊണ്ടുവച്ചാൽ പോരാ. എനിക്ക് താഴെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഒരു ക്രീപ്പർ നിന്നോടെ നോക്ക്. ഞാനിനി താഴോട്ട് ഇറങ്ങുന്നത് വരെ വന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് താഴെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ന്യൂക്ക് വന്ന് വീഴുമ്പോൾ താഴെ വന്ന് വീണെല്ലാം അവിടെ പൊട്ടിത്തെറിപ്പിക്കും. നീ അവിടെ തന്നെ നിന്നോ. അപ്പൊ അത് തന്നെ ആ ഒരു ചെസ്റ്റ് എല്ലാം പറഞ്ഞാൽ എനിക്ക് ചുമ്മാ താഴെ വയ്ക്കാൻ പറ്റത്തില്ല. താഴെ എനിക്ക് നല്ല ക്ലീൻ ആക്കണം. ഈ പൊങ്ങിയും താന്നും കിടക്കുന്ന കുഴിയെല്ലാം ഒന്ന് മാറ്റി ഇവിടെ കംപ്ലീറ്റ് എനിക്ക് ഡെർട്ട് വെക്കണം. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ഡെർട്ടും വെച്ചിട്ട് പിന്നീട് നമുക്ക് ആ ഒരു സിൽട്ടസ് എല്ലാം കിട്ടുമ്പോൾ മേളയിൽ നിന്ന് ഒരു ഗ്രാസ് ബ്ലോക്ക് കൊണ്ടുവന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റവിന്റെ ഈ ഒരു ഫ്ലോർ മുഴുവനും ഒരു നല്ലൊരു പ്ലെയിൻസ് പോലെ ആക്കിയെടുക്കാം. താഴെ ഫുള്ള് ഗ്രാസ് വിരിച്ച് ഇവിടെ നല്ല പച്ചപ്പാക്കി എടുക്കണം. വെളിയിൽ മുഴുവനും ടോക്സിക് ആയിട്ട് കംപ്ലീറ്റ് പച്ചപ്പും പോയി കിടക്കുകയാണ്. പക്ഷെ എന്റെ ഈ ഒരു വേൾഡിന്റെ ഭംഗി ഞാൻ തന്നെ കൊണ്ടുപോകണം മുമ്പിലോട്ട്. അതിനുവേണ്ടി മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പച്ചപ്പ് കൊണ്ടുവരാൻ പോവുകയാണ്. എന്റെ പേര് സുധി. അപ്പൊ ഞാൻ ആ ഒരു കുഴിക്കകത്തിരുന്നിട്ട് ആ ഒരു വീറ്റ് വളരുന്നത് മാത്രം നോക്കിയിരുന്നില്ല. ഞാൻ തലക്കകത്ത് ഒരുപാട് പ്ലാനിങ് എല്ലാം ചെയ്യായിരുന്നു. എനിക്ക് ഈ ഒരു റവീന്റെ അകത്ത് ചെയ്യേണ്ട 1-2 ഐഡിയാസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ ഒരു ഹെൽത്ത് ഒന്ന് കൂടിയിരുന്നെങ്കിൽ 2 വീറ്റ് ഏകദേശം വളരാറായി. ഇതും കൂടി ഒന്ന് വളർന്നിട്ട് ഒരു ബ്രെഡ് കൂടെ ഉണ്ടാക്കി തിന്നിട്ട് നമുക്ക് താട്ട് പോയി നോക്കാം. നടക്ക് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. ഞാനാണ് ഇവിടെ കിടന്ന് ഓടുന്നതല്ല. ഈ ഒരു കാട് ഇങ്ങനെ വളരാതിരിക്കാൻ എന്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേളിൽ ആ ഒരു ജംഗിൾ ഉള്ളതുകൊണ്ട് അവിടെയുള്ള വൈൻ എല്ലാം താഴോട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വേണമെങ്കിൽ എനിക്ക് ആ ഒരു സ്ട്രിങ് വെച്ചിട്ട് പിന്നെ വളരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ട്രിങ് എന്റെ ഉണ്ടാവും. 1-2 സ്പൈഡറിനെ ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു സ്ട്രിങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി അത് താഴോട്ട് വളരില്ല. പക്ഷേ ഈ സംഭവം തന്നെ അവിടെ മുഴുവനും ചെയ്യണം. അതെല്ലാം വലിയ പണിയാണ്. അതുകൊണ്ട് ഇത് ഇവിടെ കിടന്നങ്ങ് വളർന്നോട്ട്. നമ്മൾ എന്തായാലും താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അധികം ഒന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഒരു കൗര സൗണ്ട് ഞാൻ കേട്ടു. അവൻ പതിയെ നടന്നു വന്ന് ഈ ഒരു കുഴിക്കാത്തോട്ട് വീണിരുന്നെങ്കിൽ ആ ഒരു വീറ്റ് ഞാൻ കയ്യിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്തോട്ട് നടന്നു വരൂ. ഞാൻ ഈ ഒരു വീറ്റ് കയ്യിലെടുത്ത് വെച്ചിരിക്കാം. എനിക്ക് മേലോട്ട് കയറാൻ പറ്റൂല. കാര്യം അവിടെ മുഴുവൻ ടോക്സിക്കാണ്. ഈ ഒരു സൈഡ് വഴി കയറി ഇങ്ങോട്ട് ചേർന്ന് മൊബൈൽ അടിച്ചപ്പോൾ ഞാൻ പേടിച്ചു. താങ്ക് യു കസ്റ്റമർ കെയർ. നോ. പിന്നെ ഞാൻ തിരിച്ച് 3 ഹാർട്ടിലോട്ട്. ഒരു ആപ്പിൾ എന്റെ കയ്യിലിരിക്കുന്നു. നേരത്തെ ആ ഒരു മരം വളർന്നപ്പോൾ കിട്ടിയതായിരിക്കും. ഇനി ഹെൽത്ത് പതിയെ കൂടിക്കോളും. ആ കൗ എങ്ങോട്ടോ പോയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അടുത്തവിടെ നിന്നതായിരുന്നു അവൻ. അല്ല, അവനെ മാത്രം കിട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. 2 കൗ വേണം, എന്നാലും എനിക്ക് ഫുഡ് കിട്ടുള്ളൂ. ഒന്നെങ്കിലും കിട്ടിയത് ഞാൻ ഇവിടുന്ന് ട്രാപ്പ് ചെയ്ത് വെച്ചേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും എന്റെ ഹെൽത്ത് എല്ലാം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1.5 ഹാർട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അതെനിക്ക് പിന്നീട് കിട്ടിക്കോളും. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഡെർട്ട് വയ്ക്കുന്നതിനെ പറ്റി നോക്കാം. അവിടെ കംപ്ലീറ്റ് ഒന്ന് ലെവൽ ചെയ്ത് ഫുള്ള് ഡെർട്ടും വെച്ചിട്ട് നമുക്ക് ഈ ഒരു റവീന് മൊത്തത്തിലൊന്ന് സേഫ് ആക്കി എടുക്കണം. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ആരും വന്ന് എന്നെ കൊല്ലാൻ വരരുത്. അപ്പോഴപ്പോഴ ആരോ എന്നെ വെടിവെച്ചു. അവിടെ നിന്ന് എന്തായാലും ഒരു അമ്പ് വന്ന് വീഴുന്ന സൗണ്ട് ഞാൻ കേട്ടു. ദൂരം അമ്പിരിക്കുന്നുണ്ട്. ആ അമ്പിന്റെ ഉടമസ്ഥ അവിടെ നിൽക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ താഴെ വാട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്യാബ് ഇപ്പൊ എന്റെ പേരിലായെങ്കിലും ഒരുപാട് പേര് ഇവിടെ വാടക തരാതെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു ലെവലില് കംപ്ലീറ്റ് അങ്ങ് അറ്റം വരെ ഡർട്ട് വെക്കാം. പിന്നെ കുറെ പേര് എന്റെ അടുത്ത് ആ ഒരു കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കി ഇടാൻ പറഞ്ഞു. അത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് സീഡും ചോദിച്ചു. ഇതാണ് സീഡ്. ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്റെ കൂടെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എന്റെ കോർഡിനേറ്റ്. ഇവിടെയാണ് ഞാൻ എന്റെ ഈ ഒരു ക്യാബ് റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡർട്ട് വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ഡർട്ട് വേണം. ഡർട്ട് വേണമെങ്കിൽ ഞാൻ മേലിൽ കയറണം. അതല്ലെങ്കിൽ ഇരിക്കുന്ന ഈ ഒരു ഡർട്ടെല്ലാം അടിച്ച് മാറ്റണം. ഇവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ട് ഇതെല്ലാം ഇവിടെ തന്നെ വെക്കണം. ആദ്യം തന്നെ നമുക്കങ്ങ് ചെയ്തേക്കാം. എന്റെ ഷവലിപ്പ പൊട്ടും, എന്നാലും കുഴപ്പമില്ല. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു വഴിയല്ലാതെ ഡർട്ട് കിട്ടാൻ വേറെ ഒരു വഴിയുമില്ല. ഇതുപോലെ ഏതെങ്കിലും ക്യാബിനകത്ത് അടിച്ച് മാറ്റിയത് തന്നെ. എനിക്കിനി അർജന്റായിട്ട് ഉണ്ടാക്കേണ്ടത് ഒരു ഷീൽഡാണ്. ആ കോബിൾ സ്റ്റോൺ അങ്ങനെ അടിയിലൊന്നും ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. സ്പോണർ ദൂരിക്കുന്നു. അയ്യോ, എൻ്റെ ടോർച്ചും ഇല്ല. ഞാനിതാ വരുന്നത്. ആ ടോർച്ച് ഇതായിരിക്കുന്നു. ഇത് പൊട്ടിച്ചതിന് ഇതിനകത്ത് എന്തെങ്കിലും സ്പോണാവോ? കുഴപ്പമില്ല. എന്നാലും ആളുണ്ട്. ഇത് സ്പൈഡർ സ്പോണർ. മറ ടോർച്ച് പോയി. എന്റെ ലക്ക്. ഇതൊരു സ്കെലിറ്റൻ സ്പോണർ ആയിരുന്നെങ്കിൽ. ഇതിന്റെ തൊട്ടടിയിൽ ഇതായിരിക്കുന്ന എന്റെ റിവീന്. ഇതൊക്കെ ഞാൻ ഇവിടെ ഇപ്പൊ ക്ലീൻ ആയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ തൊട്ടടിയിൽ ഇതായിരിക്കുന്നു. ഇവിടെ വേറെ എൻട്രൻസ് ഒന്നും ഇതിനകത്തോട്ട് കയറാൻ വേറെ എൻട്രൻസ് ഒന്നും ഇല്ലേ? വേറെ എൻട്രൻസ് ഒന്നും ഇല്ല. സാധാരണ ഇതിന്റെ ഒരു സൈഡ് നമുക്ക് എൻട്രൻസും കാണും. ഇതാണെങ്കിൽ താഴെ വാടാ. എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഇതൊരു സ്കെലിറ്റൻ ആയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ യൂസ് ഉണ്ടായിരുന്നേനെ. ആ ഒരു ബോൺ മീൽ ഒരുപാട് ഒപ്പിച്ചിട്ട് ആ ഒരു ട്രീയും ഫാർം ചെയ്യാൻ പറ്റിയേനെ. പിന്നെ ഒരുപാട് വീറ്റ് ഫാർം ചെയ്യാൻ പറ്റിയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടിക്കകത്ത് എന്തെന്നുണ്ട്?
നെയിം ടാഗ്. യെസ്. ഓ പിന്നെ കുറച്ച് വീറ്റും ഉണ്ട്. അപ്പൊ ബ്രെഡ് പിന്നെയും കിട്ടി. പിന്നെ റോട്ട ഫ്രഷും അത് വരുന്നോട്ട് എന്തെങ്കിലും അത്യാവശ്യം വരുന്നെങ്കിൽ കഴിക്കാം. പിന്നെ ഈ ഒരു ചെസ്റ്റ് കൊടുക്കാം. ഫയർ പ്രൊട്ടക്ഷൻ 2 ഒരുവിധം ആയിട്ടുള്ളൊരു ബുക്കാണ്. രണ്ടും ബോർ ബുക്കാണ്, കൊള്ളൂല. എന്നാൽ ഇരുന്നോട്ട് ഡയമണ്ട് ഹോഴ്സ് ആമർ. ഈ ഒരു ഗുഹയ്ക്കകത്ത് എന്തായാലും എനിക്ക് ഒരു ഹോഴ്സ് ആമർ നല്ല ആവശ്യം വരും. പിന്നല്ലാതെ അപ്പൊ അതും കൂടി ഇരുന്നോട്ട് പിന്നെ എന്താ ഒരുപാട് വീറ്റ് കിട്ടി. 2 ബ്രെഡ് എനിക്ക് പിന്നെ ഉണ്ടാക്കാം. യെസ്. ഈ ഒരു ചെസ്റ്റും കൂടെ പൊട്ടിച്ച് കയ്യിൽ വെച്ചിരിക്കാം. പിന്നീട് നമുക്ക് കളിച്ച് വരുമ്പോ ഇത് തന്നെ ഒരു ബോണും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇത് നമുക്കൊരു SP ഫാർം ആക്കാം. അത് കറക്റ്റ് എൻ്റെ ഈ ഒരു റിവ്യൂവിൻ്റെ അകത്ത് തന്നെ. എല്ലാം ആയി. അപ്പോൾ തന്നെ SP കാര്യത്തിൽ അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എൻചാൻറ്റിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരോട്ടൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്കൊരു SP ഫാർം സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ബ്രൈറ്റ് ഐഡിയാസ് എല്ലാം തലക്കകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ കംപ്ലീറ്റ് ഒരു ഗ്രാസ് എല്ലാം വെച്ച് നല്ല ക്ലിയർ ആക്കി എടുത്തിട്ട് ഒരു പച്ചപ്പും ഹരിതാപം എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്പോണർ വെച്ച് ഒരു സ്പൈഡർ ഫാർം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു സ്പൈഡർ വന്ന് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമുക്കാണെങ്കിൽ ഈ സൈഡിൽ തന്നെ വെക്കാം. അതിനെ ഞാൻ ഇനി ഒരു പ്രത്യേക റൂം ഒന്നും ആക്കണ്ട. ഞാൻ എൻ്റെ ഈ ഒരു ബേസിന് നടക്ക് നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ലെവൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ നടന്നു പോയിട്ട് അവന്മാരെ കൊന്നാൽ മതി. വേറെ ഞാനൊരു റൂമും കെട്ടണ്ട, ഒരുപാട് ദൂരം ഞാൻ ഓടി പോകാൻ വേണ്ട. എല്ലാം ബേസിനകത്ത് തന്നെ കാണുന്ന അടിപൊളി ബേസ്. ഇത് എന്റെ ലക്ക് നോക്കിക്കോണം നിങ്ങൾ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ബാക്കി ഒരു ഡോക്ടറോടൊന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന പണി തീർക്കാം. കൂടെ എനിക്ക് ഒരുപാട് ടോർച്ചും വേണം. അവിടെ ഇപ്പൊ നല്ല ഇരുട്ടാണ്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്പോൺ ആവും. ഇവിടെ ഒരു കേവ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു സോംബി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കണം നമുക്ക് പിന്നീടല്ല. ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഡർട്ട് വെക്കുന്നതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഇനി നേരെ മേളിലോട്ട് പോയിട്ട് ഇപ്പൊ കിട്ടിയ ഈ ഒരു വീറ്റ് വെച്ചിട്ട് 2 ബ്രെഡ് ഉണ്ടാക്കി തിന്നാം. മീനുകുട്ടി വാട്സാപ്പ് മേളിൽ നിന്ന് നോക്കാം. ആഹാരം കുറഞ്ഞു വരുന്നില്ല. അതാ പിന്നെ ഒരു വീറ്റ് വളർന്നു. ഒരു സീഡ് പോലും കിട്ടിയില്ല. ഈ ഗെയിമിന് എന്നെ ഇഷ്ടമില്ല. ഈ കിട്ടിയ വാല്യുബിൾസ് എല്ലാം ഇതിനകത്ത് അങ്ങ് വെച്ചിരിക്കാം. കയ്യിൽ വെറുതെ കൊണ്ട് നടക്കണ്ട. കുറച്ച് ടോർച്ചോടൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം. കുറച്ചല്ല, നമുക്കത് ഒരുപാട് വേണ്ടി വരും. ഞാൻ ഒരു സ്റ്റാക്കിന് മേലെ അത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു റിവ്യൂവിന് കംപ്ലീറ്റ് സ്പോൺ പ്രൂഫും ചെയ്തിട്ട് മണ്ടം താഴെ വന്ന് വീണ് തോന്നുന്നു. ഇവിടെ ഞാൻ വേറെ ഫാർമൊന്നും ഉണ്ടാക്കണ്ട. അവന്മാര് മേളിൽ സ്പോണായിട്ട് തനിയെ താഴെ വന്ന് വീണ് മരിച്ചോളും. അവിടെ നിന്നിട്ട് ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ട്. ഇരുട്ടത്തെന്തോ ഞാൻ കാണുന്നുണ്ട്. അതൊരു ക്രീപ്പർ ആണെന്ന് തോന്നുന്നു. ഒരു ഷീൽഡ് ഉണ്ടാക്കിയില്ല. അതും കൂടെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം. വെറുതെ മടി കാണിക്കണ്ട. എവിടെന്നോ ഒരു വിച്ചിന്റെ ചിരി ഞാനിപ്പോ കേട്ടു. മൈൻക്രാഫ്റ്റ് ചതിക്കല്ലേ. ഒരു പീസ് അയൺ എടുത്തിട്ട് കുറച്ച് വുഡും കയ്യിലോട്ട് എടുത്ത് ഈ ഒരു വേൾഡിനകത്തുള്ള എന്റെ ആദ്യത്തെ ഷീൽഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്നെ ആർക്കും പിടിച്ചാൽ കിട്ടൂല. ഇതാണ് ബെഡ്റോക്കും ജാവയും മാറി കളിക്കുമ്പോൾ പ്രശ്നം. ഞാൻ കുറെ കാലം ഈ ഒരു ബെഡ്റോക്കർസം കളിച്ചിട്ട് നേരെ ജാവ കളിക്കാൻ പോയപ്പോൾ കുറെ കാലം ഞാൻ ഷീൽഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് അടിച്ചോണ്ടാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ ജാവ കളിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു റൈറ്റ് ക്ലിക്ക് അടിച്ചോണ്ടിരിക്കുന്നത്. അതവിടെ വർക്കാവൂല. ഇനി നമുക്ക് ഈ ഒരു മണ്ണ് മാന്ത കൂടെ ഈ ഒരു ടോർച്ചും വെക്കാം. അത് മറന്നവര് നീ ഇവിടെ നീ ഇങ്ങോട്ടോ. ഈ ഒരു സ്പോണർ വലിയൊരു ഫൈൻഡ് ആയിരുന്നു. ഒരൊറ്റ സാധനം നമ്മുടെ ഈ ഒരു സീരീസിന് നല്ല മുമ്പോട്ടുണ്ടോ. കൈ വെച്ചിട്ടെങ്കിലും ഞാനിത് കംപ്ലീറ്റ് പൊട്ടിക്കും. ഇവിടെയും ഗ്രാസ് ഉണ്ടായിരുന്നോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ? ഇതെല്ലാം ഞാൻ എടുക്കാൻ വന്നപ്പോൾ ഡർട്ടായിരുന്നല്ലോ. ഞാൻ അറിയാതെ ഏതെങ്കിലും ഗ്രാസ് പൊട്ടിച്ചെന്തോ. ഈ ഒരു കേവ് താഴോട്ട് പോകുന്നുണ്ട്. ഒരു ക്രീപ്പർ എന്നെ കാണാൻ വരുന്നു. എന്റെ എന്നെ കൊല്ലാൻ നോക്കിയാണ് ഈ ഗെയിം. ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ ഇവിടെ. ഞാൻ ഇനി താഴോട്ട് ഇറങ്ങി നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. എന്താ ഇവിടെ കുറച്ച് ഈ ഒരു കോളുണ്ട്. ഇനി അങ്ങോട്ട് ഡീപ് സ്ലൈറ്റ് ആണ് കേട്ടോ. മറ്റേ ഇതല്ലേ നിൽക്കുന്നത്, മറ്റേ സ്പൈക്ക്. അങ്ങോട്ട് ഇനി വലിയ കേവാണ്. ഡ്രിപ്സ്റ്റോൺ അതാണ് അതിന്റെ പേര്. മറന്നു. ഈ സാധനം ഇവിടെ ഉണ്ട്. എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടാവും. ഇങ്ങോട്ട് വലിയൊരു കേവാണ്. ഇപ്പൊ താഴോട്ട് ഇറങ്ങി പോകണോ? നല്ല ടൂൾസ് ഒന്നും ഇല്ല എന്റെ കയ്യിൽ. വെറുതെ റിസ്ക് എടുക്കണ്ട. പിന്നീട് നല്ല ദൈവമായിട്ട് ഇങ്ങോട്ട് വരാം. നല്ല ആർമർ എല്ലാം ആയിട്ട്. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഡർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ടോട്ടൽ എന്റെ കയ്യിൽ ഒരു സ്റ്റാക്കിന് മേലെ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് വെക്കണം. ഈ ഒരു ലെവലിൽ ആദ്യം ഞാൻ ചുറ്റിനിരിക്കുന്ന ബ്ലോക്ക് എല്ലാം മാറ്റാം. ഇത് കുറച്ച് നേരത്തേക്ക് വലിയൊരു ടാസ്ക് ആയിരിക്കും. കാര്യം നമുക്കിതാ ഈ ഒരു ലെവലിൽ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഡർട്ട് വെക്കണം. ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, കാര്യം നമുക്ക് ഇവിടെ വേറെ ബ്ലോക്ക് ഒന്നുമില്ല. പക്ഷെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു സ്റ്റോണെല്ലാം ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് കൂടെ ഞാൻ പൊക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ പൊക്കി വെച്ചോണ്ട് പോകും. ബേസിക്കലി ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് നമുക്ക് ഡർട്ട് ആക്കണം. അപ്പോൾ കുറെ കൂടി ഒന്ന് ക്ലീൻ ആവും ഈ ഒരു ഏരിയ മുഴുവനും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സെന്റർ തന്നെ വെച്ച് തുടങ്ങാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും താഴെ ആരും കയറി വരൂലെന്ന്. പിന്നെ ഇവിടെ ഒരുപാട് ഈ ഒരു അയണും ഉണ്ട്. അതും കൂടി അങ്ങ് എടുത്ത് പോയാലോ. എന്നാൽ ഒരു അയൺ ആർമർ ഇപ്പൊ തന്നെ ആയേനെ. ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് മേലെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇത് 20-40 എന്തോ വേണം. എന്നാലും നമുക്ക് കംപ്ലീറ്റ് അയൺ ആർമറും ടൂൾസ് എല്ലാം ആക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും മെയിൻ ആയിട്ട് ഒരു ആർമർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഡാമേജ് കിട്ടുന്നത് കുറച്ചൊന്ന് കുറയും. ഒന്നാമത് ഫുഡൊന്നുമില്ല ഇവിടെ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിന് കമന്റിൽ കുറെ പേര് പറഞ്ഞു ഒരു RTX ഓണാക്കിയിട്ട് കളിക്കാൻ പറഞ്ഞു. അത് ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഒന്നാമത് നമുക്ക് ഒരു റേ ട്രേസിംഗ് ഓണാക്കുമ്പോൾ ഗെയിം നല്ല ഡാർക്കാണ്. ഈ ഒരു സീരീസ് മുഴുവൻ ഞാൻ ക്യാബിനകത്തായിരിക്കും കളിക്കാൻ പോകുന്നത്. ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ പറ്റും, പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലോട്ട് ഇടുമ്പോൾ യൂട്യൂബിന്റെ കംപ്രഷൻ ഒരു വീഡിയോ നശിപ്പിക്കും. നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ തന്നെ 38 കിട്ടി. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോകണം. ഇപ്പൊ എന്തായാലും ഞാൻ കിട്ടിയത് കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ഡർട്ട് ഒന്ന് കളക്ട് ചെയ്തോട്ടെ. ഇനി എനിക്ക് ഒരുപാട് ഡർട്ട് കാണാം. അതാ കണ്ട 2 സ്റ്റാക്ക് വെച്ചപ്പോൾ തന്നെ എന്ത് ക്ലീൻ ആയി നോക്കാം ഒരു ഏരിയ മുഴുവനും. ഇവിടെ വീട്ടിൽ പിന്നെയും വളർന്നിട്ടുണ്ട്. ഇത് ഫുള്ള് വളർന്നതാണ്. ഇത് ഫുള്ള് വളർന്നില്ല. ഇടയ്ക്ക് ഒരു ഗ്രീനണി കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വളരാനുണ്ട്. അതപ്പോൾ വളരട്ടെ. ഞാൻ ഇനി സ്പെയർ ടൂൾസ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഒരു അയണിനെ ഞാൻ സ്മെൽറ്റ് ചെയ്യാനും വെക്കാം. എന്റെ കോളും തീരാറായി. അത് പിന്നെ ഇവിടെ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഈ ഒരു സ്മെൽറ്റ് ആയ അയൺ വെച്ചിട്ട് ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു പാൻസ്, പിന്നെ ഒരു ബൂട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുത്തിടുമ്പോൾ
കംപ്ലീറ്റ് അയൺ ആർമർ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട, ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. ആ ഒരു ടൂൾസ് ഉണ്ടാക്കേണ്ട അയണും ഉണ്ട്, എന്നാൽ ഒരു സോഡും കൂടെ ഉണ്ടാക്കാം. ബാക്കി അയണ് ഞാൻ വെച്ചിരിക്കാം, അത് വേറെ എന്തെങ്കിലും യൂസ് ആണെങ്കിൽ കിട്ടും. ഓക്കെ, ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന പണി ബാക്കി ചെയ്യാം. ഇനി ഈ ഒരു ഡർട്ടിന് ഞാൻ ഇവിടെ പോകുന്നതാണ്. ഈ ഒരു കേവിനകത്തോട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട്. ഇതെന്നെ എടുത്തേക്കാം. ഇതിനകത്ത് ഒരുപാടുണ്ട്. അതാ ഇങ്ങോട്ട് വേറൊരു കേവ് ഞാൻ കാണുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ലൈറ്റ് ചെയ്ത് പോയേക്കാം. ഇത് നേരത്തെ കണ്ട ആ ഒരു കേവിലോട്ടൊന്ന് കണക്ട് ആകും. കുറ എന്റെ പുതിയ സോഡുണ്ട്. ഇപ്പോൾ അവനെ തീർത്ത് നീ ഇവിടെ നിന്ന് ഓടിക്കുക. അതാ ഇവിടെ ഒരുപാട് ഡർട്ടും ഉണ്ട്. പിന്നെ ഈ ഒരു അയണം ഇതാ 3 സ്റ്റാക്ക് അടുപ്പിച്ച ഡർട്ട് പിന്നെയും കിട്ടി. ഞാൻ ഇനി ഇങ്ങോട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തെല്ലാം ഉണ്ടെന്നുള്ളതല്ല. ഒരാൾ പറഞ്ഞു മറ്റേ സോംബി വില്ലേജറാണത്. ഓലല്ല അവനെ. അവൻ തീർന്നില്ല. അവൻ താഴെ പോയി. അവൻ തീർന്ന്. എന്നാൽ നമുക്ക് അവനെ പിന്നീട് ക്യൂർ ചെയ്തിട്ട് ഒരു വില്ലേജറിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയേനെ. ആ ക്രീപ്പറിന് വരാൻ കണ്ട സമയം ഞാൻ പെട്ടെന്ന് ക്രീപ്പറിനെ ആ ഒരു സ്പാൻ ക്ലിക്ക് ചെയ്യാതെ ഒരു വെട്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ ഒരു കൂൾ ഡൗൺ തീരാൻ വേണ്ടിയിട്ട്. ഇത് ബെറ്റർ കണക്ഷനാണ്. ഇവിടെ കൂൾ ഡൗൺ ഒന്നുമില്ല. നമുക്ക് സ്പാൻ ക്ലിക്ക് ചെയ്യാം. അല്ല കാര്യം ഞാൻ മറന്നുപോയി. നമുക്ക് ഇനി കിട്ടുമായിരിക്കും. ഇതെല്ലാം ഞാനൊന്ന് ലൈറ്റ് ചെയ്ത് പോവാം. ഇത് വലിയൊരു ഗേവാണ് കേട്ടോ. ഒരുപാട് ദൂരം ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ലോസ്റ്റ് ആയി പോകും. എനിക്ക് തിരിച്ചെന്റെ വീട്ടിൽ പോകാനുള്ളതാണ്. ഇപ്പൊ തന്നെ ഞാൻ ലോസ്റ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല ഇതായിരിക്കും എന്റെ വീട്. താഴോട്ട് എനിക്ക് ആവശ്യമുള്ളൊന്നും കാണുന്നില്ല. അവിടെ കുറച്ച് ലാവ കാണുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പോയി എടുക്കാം. ഇപ്പോഴൊന്നും നമുക്ക് അങ്ങോട്ട് പോകണ്ട വെറുതെ. എനിക്ക് ഇനി ഓടാനും പറ്റുന്നില്ല. എന്റെ ഹങ്കർ കുറഞ്ഞ് മേലോട്ട് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ടെത്തി. ഇനി മേലോട്ട് കയറാം. ഈ ഒരു സ്പൈഡറായി തിന്നുകഴിഞ്ഞാൽ നമുക്ക് പോയ്സ് അടിക്കുമല്ലോ. തന്നെ എല്ലാം ഞാൻ എന്റെ ദേഹത്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഞാനിന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. പിന്നെ ഞാൻ പറയുന്നു, ആ ഒരു സ്പോണ്ടർ കണ്ടുപിടിച്ചത് വലിയൊരു പ്രോഗ്രസ് ആണ്. ഇതിപ്പോഴും വളർന്നില്ലേ? ഇത് വളർന്നു തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് വെട്ടിയെടുക്കാം. കഴിക്കാവുന്നില്ലെന്ന് ഒരു ബ്രെഡ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിലും ഒന്ന് മീനുകൂടി വാട്സാപ്പ്. ഈ ഒരു അയണെല്ലാം സ്മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെയും കിട്ടിയ അയണെല്ലാം ഞാൻ ഇവിടെ വെച്ചിരിക്കാൻ സ്മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഡർട്ട് വെക്കാം. ജമ്പ് കുഴപ്പമൊന്നുമില്ല. ഡർട്ട് എടുത്തിട്ട് ഇതങ്ങ് വെച്ച് തുടങ്ങാം. ഓക്കെ, ഇതങ്ങ് അറ്റം വരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലോട്ടും താഴോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പണി. പെട്ടെന്ന് തന്നെ നമുക്ക് നെതറിലോട്ടെല്ലാം പോയിട്ട് ആ ഒരു സോൾ സാൻഡ് കൊണ്ടൊന്ന് എലവേറ്ററിൽ ഇവിടെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഇതിന്റെ പകുതി വരെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ വച്ചതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഞാനിതാ ഈ ഒരു കേവ് അടയ്ക്കുന്നില്ല. ഇവിടെയാണ് ആ ഒരു സ്പോണർ ഉള്ളത് താഴോട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതങ്ങ് അടച്ചിട്ട് ഇവിടെ നിന്ന് താഴോട്ട് കുഴിച്ച് പോയാൽ മതി. ഒരു സ്റ്റെയർ കേസ് വെച്ച്. എന്നാൽ ഞാൻ അങ്ങ് എത്തേണ്ടതാണ് അതിന്റെ മേളിൽ. ഇവിടെ ആയിരുന്നല്ലേ അത്? കുറച്ചൊന്ന് നീങ്ങിപ്പോയി. ഇതായിരിക്കുന്ന സംഭവം. എന്നാലും കുഴപ്പമില്ല. ഇവിടെ നീ ഒരു വഴി ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, ഇതാ ഇവിടെ ഒരു പാത്രം റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന്റെ മേളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് മേളിലോട്ട് അങ്ങ് കയറാൻ പറ്റും എനിക്ക്. ഓക്കെ, ഇനി എനിക്ക് ഒരുപാട് റീപ്ലേസ് എല്ലാം ചെയ്യണം. ഈ ഒരു സൈഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതും കൂടി അങ്ങ് ചെയ്തേക്കാം. ഇവിടെ ഈ ഒരു ഗ്രാസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഗ്രാസ് ബ്ലോക്ക് അല്ല. ഇത് ഗ്രാസ് ബ്ലോക്ക് ആയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അറിയാമോ? ഇനി ഞാൻ പിന്നീട് ആ ഒരു സിൽട്ടസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിന് ഇവിടെ കൊണ്ടുവയ്ക്കണം. എന്നാലേ ഈ ഒരു ഡർട്ട് എനിക്ക് ഗ്രാസ് ആക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ മേലുള്ള ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഇതും കൂടി എനിക്കൊന്ന് ഡർട്ട് ആക്കണം. ഓക്കെ, ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡർട്ട് ബാക്കി അങ്ങോട്ട് വയ്ക്കാം. അതും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി എനിക്ക് മേലോട്ട് വയ്ക്കാനുണ്ട്. അതിനു മുമ്പ് ഞാൻ പോയിട്ട് പുതിയൊരു പിക്കാസ് ഉണ്ടായിക്കോട്ടെ. എന്റെ പിക്കാസ് പൊട്ടാറായി. ഇപ്പൊ തന്നെ നോക്കാം അതിലോട്ട് എന്ത് ക്ലീൻ ആയി നോക്കതിപ്പോ. ഇത് വേറെ ലെവല് ബേസ് ആവും നോക്കിയത്. മിനിക്കുട്ടി ഞാൻ പിന്നെയും വന്നു. പുതിയ 2 പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ഷവലും. ഇനി പോയിട്ട് ബാക്കി പണി ചെയ്യാം. മിനിക്കുട്ടി നീ വരുന്ന. നിന്നെ ഇപ്പൊ കൊണ്ടുപോയാൽ ശരിയാവില്ല താഴോട്ട്. നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അത്. എനിക്കിതാ 3 ബോൺ കിട്ടി. അതെടുത്തിട്ട് ഞാൻ ഇതിനൊന്ന് ബോൺ മീലാക്കി ഞാനിതൊന്ന് ബോൺ മീൽ ചെയ്ത് നോക്കിയോട്ടെ. നമുക്കിത് മാക്സിമം ഇത്ര തന്നെ വരുള്ളൂ. അപ്പൊ ഞാൻ വെട്ടിയത് കറക്റ്റ് തന്നെ. ഇതൊന്നും കൂടി അങ്ങ് വളർത്താം. ഒരു ബ്രെഡും കൂടെ ഉണ്ടാക്കിയിട്ട് അതും കൂടി അങ്ങ് തിന്നെ. അപ്പൊ എന്റെ ഹെൽത്ത് മുഴുവൻ നിറയൊന്നും തോന്നുന്നില്ല. മീനക്കുട്ടിക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെയിം ടാഗും കിട്ടിയിട്ടുണ്ട്. പിന്നീട് നടക്ക് ഞാൻ പേര് തരാം. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി പണി. എന്റെ ഡർട്ട് എല്ലാം പിന്നെയും തീർന്നു. ഈ ഒരു റിവ്യൂവിന്റെ അകത്ത് എനിക്ക് ഒരുപാട് ക്ലീനിങ് ചെയ്യാനുണ്ട്. ഒരുപാട് ബ്ലോക്ക് അവിടെ ഇതേപോലെ പൊങ്ങിയെല്ലാം നിപ്പുണ്ട്. അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം. നല്ലോണം ഈ ഒരു ഏരിയ മുഴുവൻ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതെങ്ങനെ വർക്കാവുന്നത്? ഇതിപ്പോ ഞാൻ നോക്കിയോ, ഒരു ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ താഴെ വന്ന് വീണ്. ക്രീപ്പർ അതിനകത്തുനിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഇനി സേഫ് ആക്കണമല്ലോ. താഴെയുള്ള ആ ഒരു കേവിനകത്ത് എവിടെയോ സ്പോണായി കാണും. അല്ലാതെ ഇതിനകത്ത് സ്പോണാവാൻ വേറെ സ്പേസ് ഒന്നും ഇല്ല. എല്ലാം ഞാൻ ടോർച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. വെറുതെയാണ്. എന്നാലും 2 ബ്ലോക്ക് ഞാൻ ഇവിടെ വെച്ചിരിക്കാം. ആരെങ്കിലും എന്റെ പുറകെ നിന്ന് പൊട്ടിത്തെറിക്കണ്ട. അതാ ഇവിടെ ഡോട്ട് ഉണ്ടല്ലോ. ഇതെടുക്കാം. ഇതെടുത്തിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതിയല്ലേ. പിന്നെ ഞാനൊരു കേബിലോട്ട് ഒന്ന് കയറി. ഇരിക്കുന്ന എന്റെ റവീന് കുഴിച്ച് ഞാനൊരു കേബിലോട്ട് ഒന്ന് കയറി. ഇവിടെ കൂടി ഒരു ബാറ്റും പറന്ന് നടക്കുന്നുണ്ട്. എന്നെ നോക്കണ്ട. അങ്ങനെ നമുക്ക് ഇതിനകത്തൊരു ബാറ്റ്മാനെയും കിട്ടിയിട്ടുണ്ട്. വേറെ എന്തോന്നല്ല ഉണ്ട് ഈ ഒരു കേബിനകത്ത്. വേറെ ആരും ഇതുപോലെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോർച്ച് വെച്ചിരിക്കാം. ഞാൻ നേരത്തെ വന്ന സ്ഥലം. അപ്പൊ അത്രയ്ക്ക് വലിയ കേവൊന്നും അല്ല ഇത്. അത് അത്രയും നന്നായി. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വെച്ചിരിക്കാം. വേറെ ആരും സ്പോണായിട്ട് ഇങ്ങോട്ട് കയറി വരണ്ട. ഇവിടെ ഒരുപാട് ഡർട്ട് ഉണ്ടല്ലോ. യെസ്, ഈ ഒരു കേവ് ഇത്ര തന്നെ. ഇവിടെ ഉള്ള ഡർട്ടെല്ലാം ഞാൻ കൊണ്ടുവന്നു. എന്റെ ഓട്ടോയിലെ ഇപ്പൊ നിൽക്കും. കാര്യം എന്റെ ഹങ്കർ പിന്നെയും കുറേറായി. കുറഞ്ഞ് പറഞ്ഞ് തീർന്നതും കുറഞ്ഞ്. അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഡർട്ട് എടുത്തിട്ട് ബാക്കി ഡർട്ട് കൂടെ വെച്ച് തീർക്കാൻ പറ്റുന്നു. ഫുഡാണ് ഇപ്പൊ വിഷയം. താഴെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോണ്ടർ സ്കെലിറ്റൻ സ്പോണ്ടർ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്നാ ഒന്നും പേടിക്കാനില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഡർട്ട് വെക്കുന്നത് കണ്ടിന്യൂ ചെയ്യാം. കുട്ടി സോംബി
കുട്ടി സോംബി മറ ഇത് നടന്നത് മേളിൽ എവിടെയോ സ്പോണെന്ന് തോന്നുന്നു. അവൻ നേരെ വന്ന് വെള്ളത്തിലോട്ട് വീണതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു വെള്ളം ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ബാക്കിയും കൂടി അങ്ങോട്ട് വയ്ക്കാമായിരുന്നു. അതിനു മുമ്പ് ആ ഒരു കേവെല്ലാം ഒന്ന് അടച്ച് വൃത്തിയാക്കണം. അതിന് എന്റെ കയ്യിൽ ഈ ഒരു കോബിൾ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. കോബിൾ സ്റ്റോൺ അതങ്ങ് വെച്ചാൽ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരു കേവ പോലും ഇതുപോലെ വെള്ളോട്ട് കാണാൻ പാടില്ല. എനിക്ക് ഇപ്പൊ ഓടാൻ പറ്റുന്നില്ല, കാര്യം എന്റെ ഹങ്കർ നല്ല കുറവാണ്. അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ അങ്ങോട്ടും കൂടി ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. അങ്ങോട്ട് കൂടി ഒന്ന് സേഫ് ആക്കണം. കുറച്ചും കൂടി വീറ്റ് വന്നിട്ടുണ്ട്. അത് 2 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. പെട്ടിക്കകത്ത് 2 വീട്ടുണ്ട്. ഒരു ബ്രെഡ് കൂടെ എനിക്ക് ഉണ്ടാക്കാം. ഇതും കൂടി തന്നെ. ഇനി അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഓടാൻ പറ്റും. ഞാൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത് 1 മണിക്കൂറായി. ഇപ്പോഴും ഈ ഒരു വീറ്റ് ഫാർം കൂടെ കംപ്ലീറ്റ് നിറഞ്ഞിട്ടില്ല. കുറച്ച് സൈഡ് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിൽ നിന്ന്. ഓക്കെ, ഇനി ബാക്കി ഡർട്ട് വയ്ക്കാം. ഈ ഒരു വെള്ളം വരുന്ന ഈ ഒരു പാർട്ട് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്താലോ. അത് ഞാൻ അവസാനം ചെയ്യാം. അത് അവസാനം ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തത് പോകാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു കേവെല്ലാം ഒന്ന് അടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കാം. ഇതുവഴി ആർക്കും പ്രവേശനമില്ല. കയ്യിലിരിക്കുന്ന കോബിൾ സ്റ്റോണെങ്കിൽ കോബിൾ സ്റ്റോൺ. ഇതിപ്പോ നമുക്കൊന്ന് അടച്ചൊന്ന് സേഫ് ആക്കിയാൽ മാത്രം മതി. ഭംഗിയൊന്നും നമുക്ക് ഇപ്പൊ നോക്കണ്ട. ഭംഗിയെല്ലാം നോക്കാൻ നമുക്കൊരു സമയമുണ്ട്. ആ ഒരു ടൂൾസ് എല്ലാം ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഏരിയ കുറച്ചുകൂടെ കിട്ടിയാക്കാം. ഇപ്പൊ സേഫ്റ്റി മാത്രം. ഒരു എൻഡർമാന്റെ സൗണ്ട് ഞാനിപ്പോ കേട്ടു. ഇവിടെ താഴോട്ടും വലിയൊരു കേവ് ഉണ്ട്. ഇതിന്റെ മേളിൽ കൂടി അടയ്ക്കാൻ പറ്റുള്ളൂ. ദൂ നിൽക്കുന്നത് ഇവൻ എന്തോന്ന് വേണം. അവനെ കൊന്നു കഴിഞ്ഞാൽ ഇന്റർപ്റ്റുകൾ കിട്ടിയേനെ ചിലപ്പോ. നീ ഇപ്പോഴത്തേക്ക് അവിടെ നിന്നോ. ഈ ഒരു കേവ് കറക്റ്റ് ആയിട്ട് ഇതുവരെ ഉണ്ട്. ഇതുവരെ ഇതിന് ചുറ്റിനുള്ളതോടെ ഞാൻ കംപ്ലീറ്റ് അങ്ങ് അടയ്ക്കാം. ഇത് കറക്റ്റ് ആയിട്ട് ഇവിടം വരെ വരും. ഈ ഒരു ഫ്ലോറിന്റെ ലെവൽ 19 അപ്പൊ അവിടെ ഉള്ള ആ ഒരു കേവിന്റെ മേളിലും 19ാമത്തെ ബ്ലോക്കിൽ എനിക്കതൊന്ന് ക്ലോസ് ചെയ്യണം. അത് ഞാൻ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു ഡർട്ടിങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇനി കുറച്ച് സ്ഥലം കൂടെ മാത്രമേ ഉള്ളൂ ഇതൊന്ന് അടച്ച് വൃത്തിയാക്കാൻ. ഇങ്ങനെ നേരെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരെ അടച്ചു വെക്കാൻ പറ്റും. നേരെ താഴോട്ടങ്ങ് വരട്ടെ. ഓക്കെ, ഇതിന്റെ മേലായിട്ടൊരു ക്യാബ് ഉണ്ട്. അതും കൂടെ നടച്ചു കഴിഞ്ഞാൽ ഇത് സോംബി ഇറങ്ങി വരും. നോക്ക്, മേലെ സ്പോണർ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ ഒരുപാട് സോംബി ആയില്ലേ. ഒന്ന് പോയി നോക്കിയേക്കാം, ചിലപ്പോ ഉണ്ടെങ്കിലോ. ഇവിടെ ഒന്നുമില്ല. എന്നാൽ നമുക്കിത് അടച്ച് ക്ലോസ് ചെയ്യാം. അതും ഞാൻ ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും ക്യാബ് ഇവിടെ ഉണ്ടോ? അത് ക്യാബാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ കുറിച്ചിട്ടത് തന്നെ. ഇവിടെ നിന്നിട്ടായിരുന്നു ഒരു സ്കെലറ്റൻ അറ്റാക്ക് ചെയ്തത്. അതും കൂടി ക്ലോസ് ചെയ്യാന്ന. ഇവിടെ ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടെല്ലാം ഉണ്ട്. അതല്ല ഇനി പിന്നീട്. ഞാൻ എന്തായാലും താഴോട്ട് മാത്രമേ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ക്ലീൻ ആയി. എല്ലാ ക്യാബും ഞാൻ ഇപ്പൊ അടച്ച് വൃത്തിയാക്കി. ഇനി ഇവിടെ വേറെ ക്യാബൊന്നുമില്ല എനിക്ക് തോന്നുന്നു. എല്ലാ ക്യാബിന്റെ എൻട്രൻസും ഞാൻ അടച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ മേലോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, കണ്ട ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ഡർട്ട് വെച്ചു. പിന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഞാൻ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി കുറച്ച് ഡർട്ട് വെക്കാനുണ്ട്. അതും കൂടി ചെയ്യാം. മേളിൽ കഴിക്കാൻ എന്തെങ്കിലും ആയോ? കഴിക്കാനൊന്നും ആയില്ല. കുറച്ചും കൂടി ടൂൾസ് ഉണ്ടാക്കാം. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഇവിടെ റെഡിയാക്കാം. ഈ ഒരു വേലിയെല്ലാം പൊടിച്ച് മാറ്റാം. ഇനി ഈ ഒരു ക്ലീനിങ് മാത്രം പോരാ, നമുക്ക് ഇനി ഒരുപാട് ക്ലീനിങ് ഇവിടെ ചെയ്യാനുണ്ട്. ഞാൻ ഒരുപാട് കോബിൾ സ്റ്റോൺ ആണ് വെച്ചത്. അത് മാറ്റിയിട്ട് ആ ഒരു സിൽ ടച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ട് അതോടെ വെക്കണം. അതെന്നാ കാണാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ക്യാബിനകം ഒന്ന് മാറ്റിയെടുക്കണം. ഓനോ ഡർട്ട് പിന്നെയും തീർന്ന് കുറച്ചുകൂടെ മതിയായിരുന്നു. ഈ ഒരു ഡർട്ടും കൂടെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ. ഈ 2 സൈഡിലും ഒരു വലിയൊരു റിവ്യൂവിന് എനിക്ക് സ്വന്തം. ഇനി പോയിട്ട് കുറച്ച് ഡർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്റെ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കും. അതായിരിക്കുന്ന ഡർട്ട്. ഇതും കൂടി ഇവിടെ വയ്ക്കുമ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, ഇനി ഈ ഒരു വെള്ളം വീഴുന്ന ഈ ഒരു പാർട്ടും കൂടെ ഉള്ളൂ. അത് ഞാൻ ഇപ്പം മാറ്റുന്നില്ല. വെള്ളം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് താഴോട്ട് വരാൻ വേറെ വഴിയൊന്നുമില്ല. അതൊരു വഴി സെറ്റ് ആവുന്നത് വരെ ഈ ഒരു വെള്ളം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോഴത്തേക്ക് എന്തായാലും ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി. എനിക്ക് ഇനി ഈ റവീൻ്റെ അത് ജീവിക്കാൻ പറ്റും, ആരെയും പേടിക്കാതെ. ഓക്കെ, അപ്പൊ സുധീർണെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഏകദേശം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും ഈ ഒരു വലിയ റവീന്റെ. അപ്പൊ ഞാൻ ഈ ഒരു ഡർട്ട് വെച്ചത് ഈ ഒരു പാത്തായിരിക്കും നമ്മുടെ ഈ ഒരു ബേസിന്റെ ഹൈവേ. ഇതായിരിക്കും നമ്മുടെ ആ ഒരു മെയിൻ പാത്ത്. ഈ ഒരു പാത്തിന്റെ 2 സൈഡിലുമായിരിക്കും എന്റെ ബേസിന്റെ ഓരോരോ ഫീച്ചേഴ്സ് എല്ലാം വരാൻ പോകുന്നത്. അതിൽ ഏകദേശത്തിന്റെ സെന്റർ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പൊ ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ എന്റെ ആ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കി വെക്കും. അത് ഞാൻ ചുമ്മാ ഒരുപാട് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ അടുക്കി വെക്കത്തില്ല. അതിന് പകരം ഇവിടെ ഒരു എൻട്രൻസ് പോലെ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ വലിയൊരു കുഴി വെട്ടി അതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലും അതുപോലെ ഒരു എൻട്രൻസ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ഫാർം സെറ്റ് ചെയ്ത് വെക്കാം. അത് നല്ല നൈസ് ആയിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഫ്ലോർ മാത്രമല്ല, ഇതിന്റെ മേളിലോട്ട് നമുക്ക് ഒരുപാട് ബിൽഡ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. അതായത് 1-2 പ്ലാറ്റ്ഫോം പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവിടെയും നമുക്ക് ഇതുപോലെ എൻട്രൻസ് എല്ലാം വെച്ച് അതിനകത്തോട്ട് കയറ്റി നമുക്ക് വേറെയും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറ്റും. എന്റെ പേര് സുധി. അതിന്റെ പണിയെല്ലാം നമുക്കിനി അടുത്ത എപ്പിസോഡ് നോക്കാം. ഇന്ന് എന്തായാലും എനിക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പണി അപ്പം സ്റ്റാർട്ട് ചെയ്യാം.